ഇന്നത്തെ വീഡിയോ ലിസണിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ്. ലിസണിംഗ് സബ് ടെസ്റ്റിൽ പാർട്ട് എയിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 ഔട്ട് ഓഫ് 24 സെക്യൂർ ചെയ്യാം. അതിന് 3 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്ട്രാറ്റജി നിങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഓരോ സ്റ്റെപ്പും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പ്രാക്ടീസിൽ കൊണ്ടുവരുവാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് 24 ഔട്ട് ഓഫ് 24 എത്ര ഡിഫിക്കൽട്ട് മോഡ്യൂൾ ആണെങ്കിലും 24 ഔട്ട് ഓഫ് 24 നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ ഇതിന്റെ ഒരു റിസൾട്ട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് കിട്ടില്ല. സോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു മാസം നിങ്ങൾ ഈ ഒരു ടിപ്സ് നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തി ഒന്ന് ചെയ്ത് നോക്കിക്കേ, ഡെഫിനറ്റ് ആയിട്ടും 100% സ്കോർ നിങ്ങൾക്ക് ലിസണിംഗ് പാർട്ട് എയിൽ കൊണ്ടുവരാൻ പറ്റും. സോ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ലിസണിംഗ് പാർട്ട് എയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. സോ അതിനകത്ത് 2 എക്സ്ട്രാക്ട്സ് ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ ഓഡിയോയും അല്ലെങ്കിൽ ഓരോ എക്സ്ട്രാക്റ്റും ഏകദേശം 5 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉള്ളതായിരിക്കും. ഓഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒരു എക്സ്ട്രാക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് 30 സെക്കൻഡ്സ് ടൈം തരും. അതുപോലെ രണ്ടാമത്തെ എക്സ്ട്രാക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് 30 സെക്കൻഡ്സ് ടൈം വരും. ആദ്യത്തെ എക്സ്ട്രാക്റ്റിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത 30 സെക്കൻഡ്സ് എക്സ്ട്രാക്ട് 2 വേണ്ടിയിട്ട് തരുന്നത്. പിന്നെ എങ്ങനെയുള്ള ഓഡിയോസ് ആണ് ലിസ്ണിംഗ് പാർട്ടിയിൽ കേൾക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ഒരു പേഷ്യന്റും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലും തമ്മിലുള്ള ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ എക്സ്ട്രാക്റ്റിൽ ഒരു പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ അടുത്തത് ചിലപ്പോൾ ഒരു നഴ്സും പേഷ്യന്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ലിസ്ണിംഗ് പാർട്ട് എയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇതിൽ 24 ഔട്ട് ഓഫ് 24. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ്ട്രാക്ട് 1 and 2 ഓൾ ടുഗെദർ നമുക്ക് 24 മാർക്സ് ആണ് ലിസണിംഗ് പാർട്ട് എയിൽ കിട്ടുന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെ ഫുൾ സ്കോറിലേക്ക് കൊണ്ടുപോവാം എന്നുള്ളതാണ് നമ്മൾ 1 by 1 ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ലിസണിംഗ് പാർട്ട് എ സ്ട്രാറ്റജീനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് വേയിൽ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ബി ഗ്രേഡ് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് 30 സെക്കൻഡ്സ് ടൈം നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഓഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു 30 സെക്കൻഡ്സ് ടൈം കിട്ടും. എന്തിന്? ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ലുക്ക് അറ്റ് ദ കോണ്ടെക്സ്റ്റ്. അതായത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീഫ് ഐഡിയ അല്ലെ, ബ്രീഫ് ഐഡിയ അബൌട്ട് ദ കോൺവെർസേഷൻ. ഇനി അടുത്തത് എന്താ? ഫോക്കസ് ഓൺ ദ സബ് ഹെഡിങ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു തരുവേ. പിന്നെ ഫോക്കസ് ഓൺ ദ സബ് ഹെഡിങ്സ്, അതായത് സബ് ഹെഡിങ്ങിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോവാം. അതെങ്ങനെയാന്നുള്ള ടിപ്സ് ഞാൻ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലേറ്റർ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ നോട്ട്സിന്റെ ഇടയിൽ കൂടി കറക്റ്റായിട്ട് വായിച്ചു പോകണം, അതും പറഞ്ഞുതരാം. പിന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത്, മൂന്നാമത്തെ കാര്യം. ദെൻ പേ അറ്റൻഷൻ ഓൺ ദ ഗ്യാപ്സ്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അപ്പോൾ 30 മിനിറ്റ്സ് എങ്ങനെ വൈസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ആദ്യം അവർ പറഞ്ഞത് എന്താണ്? കോണ്ടെക്സ്റ്റ് സെന്റൻസ് മനസ്സിലാക്കി വെക്കാൻ. നോക്കി, ഞാൻ ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യു ഹിയർ എ ഫിസിയോതെറാപ്പിസ്റ്റ് ടോക്കിംഗ് ടു എ ന്യൂ പേഷ്യന്റ് കോൾഡ് റേസൺസ്. അപ്പൊ നോക്കിയേ, ഇതാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ നമ്മൾ പറയേണ്ടത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് പേഷ്യന്റ് കോൺവെർസേഷൻ ആണ് നമ്മൾ ഓഡിയോയിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോബ് നേച്ചർ എന്തൊക്കെയാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ ഒരു ജോബ് നേച്ചർ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവര് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഹിന്റാണ് കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ഐഡിയ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കോണ്ടെക്സ്റ്റ് സെന്റൻസ് വായിക്കാൻ വേണ്ടി പറയുന്നത്. വി ഹാവ് ഡൺ ഇറ്റ് അല്ലെ. ഇനി അടുത്തത് എന്താ? സബ് ഹെഡിങ്സ് വായിക്കുക എന്നുള്ളതാണ്. സബ് ഹെഡിങ് എന്തിനാ മെയിനായിട്ട് വായിക്കുന്നതെന്ന്, അത് 2 കാര്യങ്ങളാണ്. അതായത് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനുള്ള ഒരു ഹിന്റാണ് സബ് ഹെഡിങ് എന്ന് പറയുന്നത്.
പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡിയോ കേൾക്കുന്ന അതേ സമയം തന്നെ ആൻസർ എഴുതി പോകണം. അല്ലാതെ ഓഡിയോ കേട്ട് പിന്നീട് ആൻസർ എഴുതാൻ അവർ പ്രത്യേകിച്ച് ടൈമൊന്നും പാട്ടിൽ തരുന്നില്ല അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോ ഈ ഓഡിയോ ഇന്ന സ്ഥലത്തെത്തി എന്നുള്ള ഹിന്റ് തരാനും സബ് ഹെഡിങ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ്സായി പോയാലോ അത് മിസ്സായി പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ പിടിക്കണമെങ്കിൽ ഈ സബ് ഹെഡിങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വേറൊരു കാര്യം, ആൻസേഴ്സ് വരുന്നത് 99% നമ്മുടെ പേഷ്യൻറ്റിന്റെ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ എവിടെയൊക്കെയാണോ ഗ്യാപ്പ് കിടക്കുന്നത് അതിന് തൊട്ട് മുന്നേ നമ്മുടെ ഓപ്പോസിറ്റ് പേഴ്സൺ, അതായത് പേഷ്യൻ്റ് അല്ല ഹെൽത്ത് കെയർ പ്രൊഫഷണല് ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചാണ് നമ്മൾ നമ്മുടെ പെൻസിൽ നീക്കി പോവേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സബ് ഹെഡിങ് കൃത്യമായിട്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട 30 സെക്കൻഡ്സിൽ എന്താണ് സബ് ഹെഡിങ്സ് പറയുന്നത് എന്നുള്ളതാണ്. സോ അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന ആദ്യം റെഫറൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ആൾക്ക് ഈ പേഷ്യൻറ്റിനെ റെഫർ ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫർദർ ട്രീറ്റ്മെന്റ്. അപ്പോൾ എന്തെങ്കിലും വേറെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പെൻസിൽ അടുത്ത ഡാഷിന്റെ അടുത്തോട്ട് പൊക്കോണം. പിന്നെ മൂന്നാമത്തത് നോക്കിയേ, പ്രീവിയസ് ഡയഗ്നോസിസ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെൻസിൽ കറക്റ്റ് അതിന് അടുത്തിരിക്കുന്ന ഗ്യാപ്പിന്റെ അടുത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താ പറയുന്നത്, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യണം എന്നല്ലേ. ഇവിടെ നോക്കിയേ, റെഫറൻസ് എന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഡാഷ് ബ്രീഫ്ലി. പിന്നെ ഞാൻ എന്തിനാണ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ചിലപ്പോൾ റെഫറൽ എന്ന ഏരിയയിൽ നമ്മൾ അറിയാതെ സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് എന്ന് എഴുതിപ്പോവും. മനസ്സിലായില്ലേ? അപ്പൊ അത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് എന്ന് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, അത് എഴുതിപ്പോണ്ട. അപ്പൊ വേറൊരു റെഫറലാണ് നമ്മുടെ ഗ്യാപ്പ് ഫില്ലിംഗ് സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടേ എന്ന ഹിന്റ് നമ്മുടെ മനസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് അവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഫർദർ ട്രീറ്റ്മെന്റ്. എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷനും ഇലക്ട്രിക്കൽ ഇമ്പൾസസും ഓൾറെഡി പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതാണ് നമ്മുടെ മിസ്സിംഗ് വേർഡ്. സോ അതുകൊണ്ട് അത് തന്നെ ഞാൻ ഫോക്കസ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് രണ്ടും നമ്മൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഈ അണ്ടർലൈനിങ്ങിലൂടെ എന്താ ഒരു ഗുണം എന്നറിയാമോ? ഓൾറെഡി നമ്മുടെ മനസ്സിൽ ആ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് കയറി നിന്നോളും, പിന്നീട് അത് ഒഴിഞ്ഞു പോവില്ല. അപ്പൊ അത് 30 സെക്കൻഡ്സ് ടൈമിൽ നിങ്ങൾ അത് വൈസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഡിസൈഡഡ് നോട്ട് ടു ട്രൈ. ട്രൈ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ട്രൈ ചെയ്ത കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും, അത് പോയി എഴുതിയേക്കരുത്. ഐ ഹാവിൻ ട്രൈഡ് എന്നായിരിക്കും അയാൾ പറയുന്നത്. അപ്പൊ ആ പോയിന്റ് ആണ് നിങ്ങൾ അവിടെ എടുത്തെഴുതേണ്ടത്. പിന്നെ പേഷ്യന്റ് ആട്രിബ്യൂട്ട്സ് റിക്കവറി ടു, അതായത് പേഷ്യന്റ് എന്താണ് റിക്കവറിനെ കുറിച്ച് വിവരിക്കുന്നത് എന്നാണ്, അയാൾക്ക് എന്തുമാത്രം അതിനകത്ത് എഫക്റ്റീവ്നെസ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതാൻ വേണ്ടി പോകുന്നത്. മാറിപ്പോവരുത്. സോ നോട്ട് ടു ട്രൈ സംതിങ് ഉണ്ട്, എന്താണ് ട്രൈ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. രണ്ടും കൂടി മാറിപ്പോവരുത്. അതുകൊണ്ട് അത് രണ്ടും കീവേഡ്സിന്റെ സെഷനിലോട്ട് കൊടുക്കുക. സോ അടുത്തത് നോക്കിയേ, സയാറ്റിക്ക പ്രോബബ്ലി റിലേറ്റഡ് ടു. പ്രോബബ്ലി അയാളുടെ അസംഷൻ ആണത്. സോ അതെന്താണെന്നുള്ളതാണ് ആ വേർഡ് അവിടെ എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഗ്യാപ്പ് നമ്മൾ വായിച്ചു പോകുമ്പോൾ ഓരോ ഗ്യാപ്പിന് നേരെയും ഏത് വേർഡ് ആയിരിക്കാം വരുന്നത്. അതായത് അതൊരു നൗൺ ആണോ, നാമമാണോ, നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണോ, ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ് ആണോ, അതോ നമ്പേഴ്സ് ആണോ. യൂഷ്വലി ഈ ടൈപ്പ് കാറ്റഗറിയിലുള്ള വേർഡ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്, വേർഡ്സ് ഓർ നമ്പേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതും കൂടി പ്രെഡിക്റ്റ് ചെയ്ത് പോകണം. മനസ്സിലായില്ലേ? അതാണ് ഗ്യാപ്പിന്റെ നേരെ ഏതൊക്കെ ഗ്യാപ്പാണ് നോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കണ്ടില്ലേ, അതാണ്. അപ്പോൾ പ്രെഡിക്റ്റ് യുവർ ആൻസേഴ്സ്. പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആണേ സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഒരു നൗൺ ആയിരിക്കാം, അഡ്ജക്റ്റീവ് ആയിരിക്കാം, ഓർ എ നമ്പർ. ഇറ്റ് ക്യാൻ ബി എ നമ്പർ. അപ്പൊ അതിലേതാണ് എന്നുള്ളത് അസ്യൂം ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ചെയ്യാനുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് റീക്യാപ്പ്. ആദ്യം നമ്മൾ 30 സെക്കൻഡ്സ് ടൈം എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക, പിന്നീട് സബ് ഹെഡിങ്സിനെ ഫോക്കസ് ചെയ്യുക, പിന്നെ ഓരോ നോട്ട്സും തറവായിട്ട് പോവുക, എന്തൊക്കെയാണ് അവർ എഴുതിയേക്കുന്നത്, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക, ഗ്യാപ്പിൽ ഏത് വേർഡാണ് വരുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഇതാണ് 30 സെക്കൻഡ്സിൽ, അതായത് സ്റ്റെപ്പ് 1 നിങ്ങൾ ചെയ്യേണ്ടത്.
ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, ലിസണിങ് ഓഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിസണിങ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. ഫസ്റ്റ് വൺ, ബി റെഡി ഫോർ ക്വിക്ക് കോൺസിക്യൂട്ടീവ് ആൻസേഴ്സ്. അതായത് നിങ്ങൾക്കറിയാം, ഫാസ്റ്റ് ആയിട്ട് എഴുതി പോയാൽ മാത്രമേ നമുക്ക് ആൻസേഴ്സ് ഒന്നുപോലും വിടാതെ എഴുതാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെയാണ് ആൻസേഴ്സ് പോകേണ്ടത്. ആൻസേഴ്സ് വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിൽ ഇങ്ങനെ ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി സ്പീഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ടിപ്പ് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓഡിയോ വിൽ ലൈക്ലി യൂസ് ഡിഫറെൻറ്റ് വേർഡ്സ് ടു ദ നോട്ട്സ്. അതായത് നമ്മുടെ നോട്ട്സിൽ തന്നേക്കുന്ന നോട്ട്സ് കുറച്ചും കൂടി പ്രൊഫഷണൽ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ആൻസേഴ്സ് മിക്കതും വരുന്നത് പേഷ്യൻറ്റിൻ്റെ സൈഡ് ആയതുകൊണ്ട് ലേമാൻ ലാംഗ്വേജ് ആയിരിക്കും മിക്കവാറും ഓഡിയോയിൽ നമ്മൾ കേൾക്കുന്നത്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയ ഒരു പോയിന്റ്, പേഷ്യൻ്റ് ആട്രിബ്യൂട്ട്സ് റിക്കവറി ടു. ഇപ്പൊ ഐ ആട്രിബ്യൂട്ടഡ് റിക്കവറി ടു അങ്ങനെയൊന്നും പേഷ്യന്റ് പറയാൻ സാധ്യതയില്ല അല്ലെ. മറിച്ച് ഐ തിങ്ക് മൈ റിക്കവറി ഈസ് റിലേറ്റഡ് ടു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെ മൈ പ്രോഗ്രസ് ഈസ് റിലേറ്റഡ് ടു എന്നൊക്കെ ആയിരിക്കും. ഐ തിങ്ക് എന്നൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സോ ആട്രിബ്യൂട്ടഡ് എന്നുള്ള വേർഡ്സിന് പകരം, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ നോട്ട്സിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വേർഡ് തന്നെ വെയിറ്റ് ചെയ്യരുത്. പകരം അതിൻ്റെ സിനോണിമും കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഫർദർ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ട്രീറ്റ്മെന്റ് എന്നായിരിക്കും പേഷ്യന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനകത്ത്. പിന്നെ അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റും നമ്മളെ നോട്ട്സിൽ വന്നേക്കുന്ന സെയിം വേർഡ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. മിക്കവാറും അതിൻ്റെ സിനോണിമസ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് പോയിന്റ്. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലിസണിങ് ചെയ്യുമ്പോൾ ഉള്ള അടുത്ത പോയിന്റ് ഒന്ന് നോക്കാം. ഫോക്കസ് ആൻഡ് റൈറ്റ് ആസ് യു ലിസൺ. അത് ഞാൻ ഓൾറെഡി പലതവണ മെൻഷൻ ചെയ്തു. അതായത് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ആൻസേഴ്സ് എഴുതി പോകണം, അതത്രേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ്, റൈറ്റ് എക്സാക്ട്ലി വാട്ട് ഈസ് സെഡ് ഇൻ ദ ഓഡിയോ. അതായത് ഓഡിയോയിൽ പറയുന്ന അതേ വേർഡ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സിൽ എഴുതേണ്ടത്. അല്ലാതെ അതിൻ്റെ സിനോണിംസ് എഴുതിയാലൊന്നും മാർക്ക് കിട്ടില്ല. സോ എക്സാക്ട്ലി നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, അല്ലെ ആ ഓഡിയോയിൽ എന്താണോ പറഞ്ഞത്, ദ സെയിം തിങ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ദെൻ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോണ്ട് പാനിക് ഇഫ് യു ലൂസ് യുവർ പ്ലേസ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് കിട്ടിയില്ല, അത് സ്കിപ്പായിപ്പോയി, നിങ്ങളുടെ ഓഡിയോ അത് അവിടുന്ന് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് നിങ്ങൾക്കത് കേൾക്കാം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ആൻസർ എഴുതി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഓഡിയോ മിസ്സായിപ്പോയി എന്ന് വിചാരിക്കുക. പാനിക് ആവണ്ട, മനസ്സിലായില്ലേ? അത് പോട്ടെ എന്ന് വെക്കുക. അതിനെ ചിന്തിച്ചുകൊണ്ടിരുന്ന അടുത്തതും അതിൻ്റെ അടുത്തതും പോകും. അതുകൊണ്ട് അത് അപ്പം തന്നെ നമ്മൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്ത് നമ്മൾ അടുത്തതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യവും കൂടിയാണ്. അടുത്തത് നോക്കിയേ, ചെക്ക് ദ സ്പെല്ലിംഗ് ആഫ്റ്റർ ദ ഓഡിയോ. അതായത് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞ് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ഓഡിയോ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും, നമ്മുടെ ആൻസേഴ്സ് മിസ്സായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തേക്ക് വെക്കാം. അതെന്താണ്, നമുക്ക് 42 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ്, അതായത് പാർട്ട് എ ബി സി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 2 minutes ടൈം അറ്റ് ദ എൻഡ് അവർ തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പാർട്ട് എയിൽ ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ എല്ലാവരും ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് ഇപ്പൊ മാർക്ക് കുറക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം സ്പെല്ലിംഗ് എറേഴ്സ് വരുത്താതെ പിന്നെ പഠിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ചില കേസിൽ അവർ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അൺയൂഷ്വൽ വേർഡ്സ്, അതായത് നമ്മുടെ ഹെൽത്ത് സെറ്റിങ്ങിൽ അധികം യൂസ് ചെയ്യാതെ ഒരു പുതിയ വേർഡൊക്കെ ചിലപ്പോൾ ഫൊണറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ, അതായത് സ്പെല്ലിംഗ് ഏകദേശം നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതേ മോഡലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും സംഭവിക്കണം എന്നില്ല. അതുകൊണ്ട് സ്പെല്ലിംഗ് എറേഴ്സ് വരുത്താതെ തന്നെ, അതായത് സ്പെല്ലിങ്ങിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിസണിങ്ങിന്റെ സമയത്ത്, അതായത് ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അപ്പോൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ചെയ്ത് കഴിഞ്ഞാൽ 24 out of 24 കിട്ടുമോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇതിനപ്പുറത്തേക്ക് നമ്മൾ സർട്ടൻ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെയാണ് നമ്മളിൽ പലർക്കും ഫെയിലർ സംഭവിക്കുന്നത്. അത് ഞാൻ 1 by 1 ആയിട്ട് പറയാം. ഇത് നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസിൻ്റെ ഒരു ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് തിങ്, പ്രാക്ടീസ് സ്പീഡ് റീഡിങ്. അതായത് 30 seconds നമ്മൾ 12 questions ആണ് വായിച്ച് തീർക്കേണ്ടത്. അത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ
വായിച്ചു തീർക്കൽ മാത്രമല്ല, നമ്മൾ ആ പറഞ്ഞ സ്റ്റെപ്സ് മുഴുവൻ ചെയ്യണം. അതായത് കോണ്ടാക്ട് സെന്റൻസ് വായിക്കണം, അണ്ടർലൈൻ ചെയ്യണം, പിന്നെ ഗ്യാപ്സ് ഏതാണെന്ന് പ്രെഡിക്റ്റ്, ഇതെല്ലാം നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റീഡിങ് സ്പീഡ് കൂട്ടി വരണം. സ്പീഡ് വെറുതെ കൂട്ടിയിട്ട് കാര്യമില്ല, മനസ്സിലാക്കുന്നതിൻ്റെ എബിലിറ്റിയാണ് കൂട്ടി കൊണ്ടുവരേണ്ടത്. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓരോ ദിവസവും ഓരോ പ്രാക്ടീസ് മെറ്റീരിയൽ എടുത്ത് നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഓരോ പ്രാക്ടീസ് മെറ്റീരിയലും റീഡ് ചെയ്ത് പോവുക. എക്സാമിനോട് അടുത്ത് വരുമ്പോൾ 5 മെറ്റീരിയൽ റീഡ് ചെയ്ത് എക്സ്ട്രാ റീഡിങ് കൊടുക്കണം. റീഡ് ചെയ്ത് ആൻസർ ഒന്നും എഴുതണ്ട, റീഡിങ് മാത്രം 30 സെക്കൻഡ്സ് നിങ്ങളുടെ ടൈമറിൽ സെറ്റ് ചെയ്യുക. 1 to 12 ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അടുത്ത എക്സ്ട്രാക്ട് എടുക്കുക, 30 സെക്കൻഡ്സ് ടൈമർ സെറ്റ് ചെയ്യുക, വീണ്ടും അത് മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇങ്ങനെ ഇതൊരു എക്സസൈസ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, പ്രാക്ടീസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എപ്പോഴൊക്കെ ഞാൻ ലിസണിങ് സബ് ടെസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം പറയുന്നതാണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇല്ലാതെ നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് കൂടത്തില്ല. വായിച്ച് മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ ആൻസേഴ്സും എഴുതാൻ പറ്റില്ല. നമ്മളെ സ്പീഡ് ഇപ്പം നമുക്ക് എന്താണ്, മാക്സിമം 3 വേർഡ്സ് വരെയുള്ള ഫ്രേസസ് നിങ്ങളുടെ ആൻസേഴ്സ് ആവാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ റൈറ്റിങ്ങിൽ സ്പീഡ് ഇല്ല എങ്കിൽ അടുത്ത ഒരു ഡാഷിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഡാഷ് ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എഴുതേണ്ടത്? ഒരു OET പോഡ്കാസ്റ്റ് എടുക്കുക. ആദ്യം അത് പോസ് ചെയ്ത് എഴുതുക. രണ്ടാമത്തെ ദിവസം പോസിൻ്റെ ഇൻ്റർവെൽസ് കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ അത് സ്പീഡ് കൂടി പോകുന്നതിനുള്ള ഇൻഡിക്കേഷൻ ആണ് പോസിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളത്. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ലൗഡ് വോയിസിൽ അത് വായിക്കും കൂടി വേണം. എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ചെറിയ പോഡ്കാസ്റ്റുകൾ എടുത്താൽ മതി, പക്ഷെ അതിൽ ഡെയിലി എഴുതുന്നത് നിങ്ങൾ ഹാബിറ്റ് ആക്കണം. സ്പീഡും കൂട്ടി കൊണ്ടുവരണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ടു വർക്ക് പ്ലേസ് കൺസൾട്ടേഷൻസ്. അതായത് നമ്മൾ വെറുതെ ഡെയിലി ഓഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടൊന്നും മാത്രം നമ്മുടെ ഇത് ഇമ്പ്രൂവ് ആവില്ല. പകരം എന്ത് ചെയ്യുക, നമ്മൾ ലിസൺ ചെയ്യുക. എല്ലാ വേർഡ്സും മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അവർ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ വർക്ക് പ്ലേസ് കൺസൾട്ടേഷൻസിനെ ലിസൺ ചെയ്യണം. അതായത് അത് നമ്മുടെ TV ഷോസ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ്, അതായത് OET റെക്കമെൻഡ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്രേസ് അനാറ്റമി, സെക്കൻഡ് വൺ എംബാരസിംഗ് ബോഡീസ്, ആൻഡ് തേർഡ് വൺ GPs ബിഹൈൻഡ് ക്ലോസ് ഡോർസ്. സോ ഇങ്ങനെയുള്ള കൺസൾട്ടേഷൻസ് നമ്മുടെ TV ഷോ യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇത് കേൾക്കാൻ പറ്റും. അത് നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. ഒരു 15 മിനിറ്റ്സ്. ഇനി നമ്മുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ഓഡിയോ നമ്മൾ കേൾക്കുന്ന, അതായത് എക്സാമിനാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാവട്ടെ, നമ്മൾ കേൾക്കുന്ന ഓഡിയോസ് മൊത്തം ഒരേ ആക്സെൻറ്റിലൊന്നും ഉള്ളതല്ല അല്ലേ. നമുക്കറിയാം മൾട്ടിപ്പിൾ ആക്സെൻസിലാണ് നമ്മൾ കേൾക്കുന്നത്. UK ആക്സെൻറ്റ് ഉണ്ടാവാം, US ആക്സെൻറ്റ്സ് ഉണ്ടാവാം, ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് ഉണ്ടാവാം. ഇതാണ് മെയിൻലി കേൾക്കുന്നത്. അതേസമയം ഐറിഷ് ആക്സെൻറ്റ്, ആഫ്രിക്കൻ ആക്സെൻറ്റ്, ഇതെല്ലാം വരും ഇതിനകത്ത്. അപ്പോൾ ഈ ആക്സെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടിയില്ല എങ്കിലും നമ്മൾ ആൻസർ എഴുതാൻ പറ്റാതെ ആയിട്ട് വരും. സോ എല്ലാ ആക്സെൻറ്റും ഫെമിലിയർ ആവുക എന്നുള്ളതും ഒരു ടാസ്ക്കാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ആണ്. ഇതും OET റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇൻസൈഡ് ഹെൽത്ത്, അത് UK ആക്സെന്റ് ആണ്. സെക്കൻഡ് ഒപ്പീനിയൻ USA ആക്സെന്റ് ആണ്. പിന്നെ ഹെൽത്ത് റിപ്പോർട്ട്, അത് ഓസ്ട്രേലിയൻ ആക്സെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കേൾക്കാനും നിങ്ങൾ ഒരു 15 മിനിറ്റെങ്കിലും ഡെയിലി സമയം കണ്ടെത്തുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഇതിനകത്ത് റിസൾട്ട് കിട്ടില്ല. മിനിമം 1 മാസം നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി 24 ഔട്ട് ഓഫ് 24 നിങ്ങൾക്കുള്ളതാണ്. പിന്നെ 24 ഔട്ട് ഓഫ് 24 കിട്ടിയാൽ Bയിലും Cയിലും ബാക്കിയുള്ള റിമൈനിങ് മാർക്സ് കിട്ടാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പാർട്ട് Aനെ ഫോക്കസ് ചെയ്യുന്നത്. സോ മാക്സിമം മാർക്ക് ഈസി ആയിട്ട് മേടിക്കാനുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം A പാർട്ട് മാത്രമാണ്. അതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജെയിൻസ് അക്കാഡമിയുടെ ജെയിൻസ് OET ഹബ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ OET പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജെയിൻസ് അക്കാഡമീനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാ വീഡിയോസിൻ്റെ സ്ലൈഡ്സിലും നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും.
പിന്നെ മാക്സിമം നമ്മുടെ ഈ ഒരു ചാനലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടി എത്തിക്കുക. കാരണം അവർക്കും ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് വേണമെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച്.